ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. ഞാൻ വളരെ സ്പീഡിനാണ് പറഞ്ഞു പോകുന്നത്, കാരണം ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു ഷോർട്ട് ഇട്ട ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും പറയുന്നത്, ഞാനിങ്ങനെ നീട്ടി പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മന്ത്രയാണ്. ഈ മന്ത്രയുടെ പേര് ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്നിട്ടുള്ള ഒരു മന്ത്രയാണ്. ഇത് കണ്ടിന്യൂസ് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ഇത് ജപിച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കാതിരുന്നത്, നമ്മുടെ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് പ്രോപ്പർ പ്ലാനോടെ കൊണ്ടുവന്ന് ലൈഫിൽ സക്സസ് നേടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മന്ത്രം. അപ്പോൾ ഇത് ജപിക്കുന്നതിനും കാര്യങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ അതും കൂടെ പറയാം. അതായത് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള എനർജീസ്, ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് എനർജി ഉണ്ട്, രണ്ടാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നില്ല, ഫുള്ള് അടിയും വഴക്കും കലഹവും അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നു, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ കടം, അങ്ങനെ കടബാധ്യത, മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നു, രോഗം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഭയങ്കര ഇമോഷണലി നമ്മൾ വീക്കായിട്ടാണ്, നമ്മളെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, നമ്മൾ ഭയങ്കര മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെ മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്നവർക്കും എല്ലാ വിഭാഗക്കാർക്കും, അങ്ങനെ അതായത് ഒത്തിരി പ്രശ്നം അനുഭവിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഹോ ഓപ്പണോ ഓപ്പണോ എന്ന് പറയുന്നത്. ഇത് ഹവായിക്കാരാണ്, ഇത് പുരാതന ഹവായിക്കാരാണ് ഈ മന്ത്രം ആദ്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അവർ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കണ്ടിന്യൂസ് മാറ്റങ്ങൾ വന്നു, ഒരു പോസിറ്റീവ് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം ആധുനിക ആൾക്കാർ അത് പഴയതിൽ നിന്നും പുതിയ രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇത് ജപിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ഈ ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്നുള്ള ഈ ഒരു ചാൻറ്റ് നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, ജപിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റം വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ പോകുന്നു, അല്ലെങ്കിൽ എക്സാമിന് പോകാൻ പോകുന്നു, എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടണം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങളൊന്ന് ജപിച്ചാൽ മതി. ഇനി ജപിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് ജപിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് അത് നമുക്ക് ഇത്രയും എന്തായാലും 3 മിനിറ്റുള്ളിൽ, ഈ 3 മിനിറ്റിനുള്ളിൽ എനിക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. ഞാൻ ലെങ്തായിട്ട്, അത്യാവശ്യം ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു 10-12 മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക. ഇനി ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രത്തെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രയാണ് ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്നത്. നമ്മൾ നന്ദി പറയുന്നതാണ്, നമ്മളെ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന നന്ദിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോ ലോങ് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ട ശേഷം